ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ആർ ജെ ആമി. നമ്മളൊരാളെ ഒത്തിരി മിസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? പകലിലെ ബഹളങ്ങളിലൊന്നുമല്ല, രാത്രി കട്ടിലിൽ കിടന്ന് ഫോൺ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തനിച്ചിരിക്കുന്ന ഒരു നിമിഷത്തിലോ ആയിരിക്കും. ആ സമയത്ത് സിനിമയിലെയോ പാട്ടിലെയോ പോലെ വലിയ കരച്ചിലൊന്നും വരണമെന്നില്ല. പകരം നെഞ്ചിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭാരം വന്നു മൂടും. ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു മടി അല്ലെങ്കിൽ ഒരു ശൂന്യത. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് സ്ഥിരം കേട്ടിരുന്ന ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പണ്ടയച്ച ഒരു പഴയ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും. അതൊന്ന് കണ്ണിൽപ്പെട്ടാൽ മതി, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അന്നത്തെ മൂഡ് ആകെ മാറും. അയ്യോ, ഞാനിത് ആലോചിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ മാറ്റിവെക്കും, വേറെന്തെങ്കിലും ചെയ്യാൻ നോക്കും. പക്ഷേ മനസ്സ് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. സത്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ആ ഓർമ്മകളല്ല, ഇനി പണ്ടത്തെ പോലെ ആവില്ലല്ലോ എന്ന ആ ഒരൊറ്റ തിരിച്ചറിവാണ്. തിരിച്ചു പോകാൻ പറ്റാത്ത ആ പഴയ കാലവും കൂടെയുണ്ടായിരുന്ന ആളുമാണ് പ്രധാനം എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കുത്തലാണ്. പക്ഷേ ഇങ്ങനെ നെഞ്ചിൽ കുത്തുമ്പോഴൊക്കെ അവരെ നിർബന്ധിച്ച് മറക്കാൻ ശ്രമിക്കരുത്. കാരണം മറക്കാൻ ശ്രമിക്കുന്നതോറും നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. പകരം ആ മിസ്സിങ് വന്ന തലച്ചോറിനെ പിടിച്ചടക്കാൻ തുടങ്ങുമ്പോൾ ആ ഫോണൊന്ന് ദൂരേക്ക് വെക്കുക. എന്നിട്ട് ആഴത്തിൽ ഒരു ശ്വാസം എടുക്കുക. ആ മിസ്സിങ്ങിനെ തടയാൻ നോക്കാതെ ഇതും എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് അതിനെ അതേപടി അക്സെപ്റ്റ് ചെയ്യിക്കുക. പിന്നെ ഇന്ന് നിങ്ങൾക്കായി ബാക്കിയുള്ള മനുഷ്യരിലേക്ക്, നിങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളിലേക്ക് പതിയെ ശ്രദ്ധ മാറ്റുക. ഓവർ തിങ്ക് ചെയ്ത് ജീവിക്കുന്നത് നിർത്താൻ ആ ഒരൊറ്റ അക്സെപ്റ്റൻസ് മതിയാകും. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ആർ ജെ ആമി. യു ആർ ലിസണിങ് ലിസണേഴ്സ് എഫ്.